നമ്മൾ മുസ്ലിം സമുദായം എന്ന നിലക്ക് മറ്റുള്ള സമുദായത്തിന്റെ ഇടയിൽ ഇസ്സത്തോടെ തല ഉയർത്തി നിൽക്കേണ്ടവരാണ്. അപമാനിതരായിട്ട് ഒന്നിനും കഴിവില്ലാത്തവരായിട്ട് എല്ലാ മേഖലകളിലും പിന്തള്ളപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടവരല്ല. ഇസ്സത്തോടെ തല ഉയർത്തി ഈ മറ്റുള്ള സമുദായത്തിന്റെ ഇടയിൽ വളരെ അഭിമാനത്തോടുകൂടി ജീവിക്കേണ്ട ഒരു വിഭാഗമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. വളരെ അർത്ഥവ്യാപ്തിയുള്ള വാക്യമാണത് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഉത്തമ സമുദായമാണ്. നിങ്ങളെ ഇവിടെ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളെ ഇവിടുന്ന് ജനങ്ങളിലേക്ക് നിങ്ങളെ അയച്ചിട്ടുള്ളത് ഉഖ്രിജത്ത് എന്നുള്ളതിന് വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുള്ളത്, മുസ്ലിം സമുദായത്തെ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തലകെട്ട് കെട്ടുന്നവരായതുകൊണ്ട്, അല്ലെങ്കിൽ താടി വെച്ചവരായതുകൊണ്ട്, അല്ലെങ്കിൽ പള്ളി പടുത്തുയർത്തുന്നത് കൊണ്ട് ഒന്നുമല്ല. നിങ്ങൾ ഉത്തമ സമുദായമാകാനുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ ഖുർആനിൽ പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ലോകത്തിന്റെ ജനങ്ങൾക്ക് നന്മയെ ബോധിപ്പിക്കുന്നവരും തിന്മയെ വിരോധിക്കുന്നവരുമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ ഉത്തമ സമുദായമാകാൻ സാധ്യമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലമാണ്. ഇന്ത്യയുടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഭാഗ്യവന്മാരാണ്. വലിയ ഭാഗ്യവന്മാർ. ആരെന്ത് പറഞ്ഞാലും ഈ അടുത്ത് നമ്മുടെ എ.പി. ഉസ്താദ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ വളരെ സുരക്ഷിതരാണ്. പലപ്പോഴും അതിന് വിരോധങ്ങൾ വന്നു. പക്ഷെ ഞാൻ വ്യക്തിപരമായി ആ വാക്കിനോട് യോജിക്കുന്ന വ്യക്തിയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ബോംബ് വീണ ചരിത്രം ഇന്ത്യയിലില്ല. എത്ര സുന്ദരമായി ശാന്തിയോടെ സമാധാനത്തോടെ നമ്മൾ ഇവിടെ നിസ്കാരം നിർവഹിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെ എത്താനും പാടില്ല. നമ്മളെ കൊണ്ട് അത് ഉണ്ടാവാനും പാടില്ല. അതേ സമയത്ത് പല വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം, അവിടെ സമാധാനത്തോടുകൂടി നിസ്കരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. കുന്തും ഖൈറ ഉമ്മ എന്ന് പറയുന്ന വാക്ക് നമ്മളെ നോക്കി നമ്മളെ പരിഹസിക്കുകയാണ്. ഇതാണോ ഉത്തമ സമുദായം? ലോകത്തിന്റെ ജനങ്ങളുടെ ഇടയിൽ ചില രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തികളും അവരുടെ ചേരിതിരിവുകളും നമ്മുടെ തങ്ങളവറുകളെ ഉദ്യാവര അത്താവുള്ള തങ്ങളവർ വളരെ ആത്മാർത്ഥമായി പറഞ്ഞു. മുത്തഅല്ലിമീങ്ങളോട് ആലിമീങ്ങളോടുള്ള ഒരു വസിയത്ത്, നിങ്ങൾ പോയ നാട്ടിൽ നിങ്ങളെ കൊണ്ട് ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. സഹോദരങ്ങളെ, ചെറിയ ഒരു ഭിന്നിപ്പാണ് വലുതായി അവസാനം ബോംബേറിലേക്കും കത്തിയറിലേക്കും ഒക്കെ അത് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ കാലത്തിന്റെ വിളിയാളം മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല നിലക്ക് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഈ നാട്ടിന്റെ വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാഭ്യാസ മേഖല ഇന്ന് മുസ്ലിം സമുദായത്തിന് കൺഫ്യൂഷനാണ്. ഏത് രൂപത്തിന്റെ വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്? ഒരു വിഭാഗത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം ചെലവഴിച്ചുകൊണ്ട് ഇഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കും. ഇഫ്ദുൽ ഖുർആൻ അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ശംസുൽ ഉലമയുടെ ക്ലാസ്സിൽ ഞങ്ങൾ ഇരുന്നവരാണ്. വെറും ഖുർആന് മനപ്പാഠം പഠിച്ച് ഉത്തരേന്ത്യയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അത് തന്നെയാണ് എന്ന് മഹാനവറുകൾ പറയുമായിരുന്നു. വെറും ഖുർആന് അർത്ഥമറിയാതെ കാണപ്പാട പഠിച്ച് നമ്മൾക്കൊക്കെ ഈ ഭാഗത്തിലൊക്കെ പലരും ഉത്തരാഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഇവിടെ കൂലിപ്പണിക്ക് വരുന്നുണ്ട്. എല്ലാവരും ഹാഫിളീങ്ങളാണ്. അവർക്ക് അത് ഓർമ്മയുണ്ടോ? അതെല്ലാം മറന്നിട്ടുണ്ടാവും. ലക്ഷങ്ങളാണ്, കോടികളാണ് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് എന്ത് ഈ സമുദായത്തിന് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശൂന്യമായിരിക്കും. ഖുർആൻ ഓതിയിട്ട് മനപ്പാഠമാക്കിയിട്ട് അതിനെ മറക്കുന്നത് അതും വലിയ ഹറാമാണെന്നാണ് ഇസ്ലാം പഠിക്കുന്നത്. അപ്പൊ ഏത് രൂപത്തിന്റെ വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു എത്തും പിടിയില്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നേരത്തെ അനീഫാജി എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെറിയ സ്ഥലമല്ല നമുക്ക് വേണം, നിങ്ങൾ വരണം, സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മിനിമം നമ്മുടെ ദക്ഷിണ കന്നഡയിലുള്ള എല്ലാ സ്ഥാപനത്തിന്റെ മേധാവികൾ ഒന്ന് ഒത്തുചേരണം.
ഇനിയുള്ള തലമുറകൾക്ക് ഏത് രൂപത്തിന്റെ ഇൽമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യണം. അങ്ങനെയാണ് കാലത്തിന്റെ വിളിയാളം മനസ്സിലാക്കാത്ത ഒരു സമുദായം ഒരിക്കലും, കാലത്തിന്റെ ചുമരെഴുത്ത് വായിക്കാത്ത ഒരു സമുദായവും ഒരിക്കലും പുരോഗമനം പറപ്പിക്കില്ല എന്ന് മഹാനായ ഇമാം ഗസാലി തന്റെ ഇഹിയയിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്.